നന്ദിയാലെന്നുള്ളം തുള്ളുന്നേ വല്ലഭാ നിൻ കൃപയോർക്കുമ്പോ നന്ദിയാലെന്നുള്ളം തുള്ളുന്നേ വല്ലഭാ നിൻ കൃപയോർക്കുമ്പോ വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ കൊടും പാപിയായിരുന്നെന്നെ വഞ്ചേരിൽ നിന്നു കയറ്റി കൊടും പാപിയായിരുന്നെന്നെ വഞ്ചേരിൽ നിന്നു കയറ്റി ക്രിസ്തുവാകും പാറമേൽ നിർത്തി പുത്തൻ പാട്ടുമെന്റെ നാവിൽ തന്നതാ ക്രിസ്തുവാകും പാറമേൽ നിർത്തി പുത്തൻ പാട്ടുമെന്റെ നാവിൽ തന്നതാ ചെന്ന് പാടാമോ നന്ദിയാലെന്നുള്ളം തുള്ളുന്നേ വല്ലഭാ നിൻ കൃപയോർക്കുമ്പോ നന്ദിയാലെന്നുള്ളം തുള്ളുന്നേ വല്ലഭാ നിൻ കൃപയോർക്കുമ്പോ വർണ്ണിച്ചിടാൻ സാധ്യമല്ല എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ വർണ്ണിച്ചിടാൻ സാധ്യമല്ല എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ വൻ ശോധനാവേളയിൽ തീച്ചൂളയിൽ നടുവിൽ ചേർന്ന് പാടാം വൻ ശോധനാവേളയിൽ തീച്ചൂളയിൽ നടുവിൽ ചാരത്തണഞ്ഞു രക്ഷിച്ച മമകാന്തനെ സ്നേഹമോർക്കുമ്പോ ചാരത്തണഞ്ഞു രക്ഷിച്ച മമകാന്തനെ സ്നേഹമോർക്കുമ്പോ നന്ദിയാലെന്നുള്ളം തുള്ളുന്നേ വല്ലഭാ നിൻ സ്നേഹമോർക്കുമ്പോ നന്ദിയാലെന്നുള്ളം തുള്ളുന്നേ വല്ലഭാ നിൻ കൃപയോർക്കുമ്പോ വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ ശ്രേഷ്ഠതയാർന്ന പദവികളും മാന്യതയും തന്നു നീ ആമേൻ നീനച്ചതിലും മേൽത്തരമാ ഊഴിയിൽ നിർത്തിയല്ലോ ആമേൻ ശ്രേഷ്ഠതയാർന്ന പദവികളും മാന്യതയും തന്നു നീ നീനച്ചതിലും മേൽത്തരമാ ഊഴിയിൽ നിർത്തിയല്ലോ
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ അടിയിൽ മറച്ചതുപോലെ, കഴുകൻ തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ മീതെ വഹിച്ചതുപോലെ, കർത്താവെ എന്നെ അങ്ങ് വഹിച്ചതോർത്ത് സന്തോഷത്തോടെ നമ്മൾ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ചേർന്ന് പാടി നമ്മുടെ കർത്താവിന് മഹത്വം കരേറ്റാം. ഹല്ലേലൂയ. കോഴി തൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിൻ മീതെ വഹിക്കും പോലെ, കോഴി തൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിൻ മീതെ വഹിക്കും പോലെ, എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ, എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിൻ ദയയല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിൻ ദയയല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാൽ ദൈവകൃപയാൽ, വൃത്തിടും ദയയാൽ നിത്യദയയാൽ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിൻ ദയയല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിൻ ദയയല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാൽ ദൈവകൃപയാൽ, വൃത്തിടും ദയയാൽ. ഹല്ലേലൂയ. എന്റെ കർത്താവേ, എന്റെ ജീവകാലമൊക്കെയും, എനിക്ക് ശ്വാസമുള്ള കാലത്തൊക്കെയും എന്റെ കർത്താവേ, അവിടുത്തെ നാമത്തെ ഞാൻ ഉയർത്തും. ഹല്ലേലൂയ. അവിടുത്തെ ഇഷ്ടം ഞാൻ ചെയ്യും. ഹല്ലേലൂയ. അനേകരുടെ മുമ്പാകെ അവിടുത്തെ വെളിച്ചമായി നിൽക്കും. ഹല്ലേലൂയ. അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമ്പൂർണമായി സമർപ്പിക്കുന്ന കർത്താവേ, അവിടുത്തെ ഇഷ്ടത്തിനായി കർത്താവേ ഞങ്ങളെ ഒരുക്കണമേ. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ആയുസ്സിൻ ദിനമൊക്കെയും തന്റെ നാമമഹത്വത്തിനാ ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാർവിൽ മറഞ്ഞിടും ഞാൻ. പരിശുദ്ധ കർത്താവേ, ഞങ്ങളെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അങ്ങേ പാടി ആരാധിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് തന്ന കൃപകളെ ഓർത്ത് നന്ദി പറയുന്നു. തിരുക്കരങ്ങളിലേക്ക് ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കട്ടെ. തുടർന്നുള്ള ശുശ്രൂഷകളെ അങ്ങ് അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. ബേബിസൺ പാസ്റ്ററിനെ വിശേഷാൽ നന്ദികളെ അറിയിക്കുന്നു. ആയുസിന്റെ നാൾകളെല്ലാം അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പാൻ തക്കവണ്ണം, ഒരു കൈത്തിരി പോലെ കത്തിയെറിയുവാൻ തക്കവണ്ണം ഈ നാളുകൾ അധികമായി ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. വിശേഷാൽ ജോൺ പാസ്റ്റർ നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ഈ പ്രഭാത വചനങ്ങളെ സംസാരിക്കുന്ന ദേവദാസനാണ്. വിശേഷാൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സൂമിൽ കടന്നു വന്ന, അതുപോലെ തന്നെ യൂട്യൂബിൽ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും വിശേഷാൽ വന്ദനം ചെയ്യുന്നു. ഈ മീറ്റിംഗ് തുടങ്ങിയിട്ട് ഇന്നേക്ക് 100ാം ദിവസം ആണ്.
ഒരു ദിവസം പോലും മീറ്റിംഗ് മുടക്കാതെ വണ്ണം അറ്റൻഡ് ചെയ്ത പ്രിയപ്പെട്ടവർ ഇതിനകത്തുണ്ട്. അതിനായി വിശേഷാൽ ഞാൻ അവരെ എല്ലാം നന്ദിയോടെ ഓർക്കുന്നു. ജോൺ പാസ്റ്ററിനെ വിശേഷാൽ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ വർഷത്തെ ആനിവേഴ്സറിക്ക് നമ്മുടെ സഭയിൽ കടന്നു വന്ന് ഇതിനെ ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം ദേവദാസനെ ഉപയോഗിച്ചു. അത് നമ്മുടെ ജീവിതത്തിലെ സഭയ്ക്കൊക്കെ വലിയ അനുഗ്രഹമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് പാസ്റ്ററിനെ കാണുന്നത് ഞങ്ങളുടെ കല്യാണത്തിന്റെ അനുഗ്രഹ പ്രാർത്ഥന പാസ്റ്ററായിരുന്നു. അതിനുശേഷം പലപ്പോഴും ഈ സഭയുടെ തുടക്കത്തിലൊക്കെ ദേവദാസിന്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിപ്പാനും പ്രാർത്ഥനകൾ കൈത്താങ്ങുവാനും ഒക്കെ ദേവദാസിന് കൂടെ ഞങ്ങളെ സഹായിക്കുന്നു. അതിനാൽ വിശേഷാൽ നന്ദിയോടെ ഒരിക്കൽ കൂടെ കുടുംബമായി ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. വിശേഷാൽ ജോൺ പാസ്റ്ററിനെ വചനം സംസാരിപ്പാൻ തക്കവണ്ണം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഈ പ്രത്യേക യോഗത്തിൽ സംബന്ധിപ്പാൻ കൃപ ചെയ്തല്ലോ. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത യോഗം പ്രിസൈഡ് ചെയ്യുന്ന പിതാവിന്റെ ദാസിയെ നന്ദിയോട് ഓർക്കുന്നു. താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ ഇന്ന് മനോഹരമായ വർഷിപ്പ് ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസൻ ബേബിച്ചൻ വെണ്ണിക്കുളം, അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. ഈ സൂമിലുള്ള എല്ലാ പ്രിയമുള്ളവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ വളരെ ബഹുമാനിക്കുന്ന പ്രിയ ഗബ്രിയേൽ സാറ് ഇവിടെ ഉള്ളതിൽ സന്തോഷം. മാമയും ഇതിനകത്തുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സഹോദരിമാർ എല്ലാവരെയും ഞാൻ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ലക്ഷ്മണ കുമാർ, താങ്ക് യു സാർ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മിനി ആൽബർട്ട്, ശാന്തമാം, ഹല്ലേലൂയ. നിങ്ങളെല്ലാവരെയും ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ബാക്കിയുള്ളവരെല്ലാം ആമേൻ വീഡിയോയിൽ വന്നിട്ടില്ല. ആമേൻ. ബഹുമാനി പാസ്റ്ററും യാത്രയിലാണെന്ന് കേട്ടു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ കൃപ എല്ലാവരുടെ മേലും ഉണ്ടാകട്ടെ. എനിക്ക് ലഭിച്ച ഫ്ലയറിൽ ഇപ്രകാരമാണ്: റിവൈവ് എന്ന ഒരു ആപ്തവാക്യമാണ്. ഇത് 100ാമത്തെ ദിവസമാണെന്ന് കേട്ട് ഒത്തിരി സന്തോഷമുണ്ട്. ഈ രാവിലെ 5 മുതൽ 6 വരെ ആമേൻ പ്രാർത്ഥനയ്ക്കായി വേർതിരിക്കുന്ന എല്ലാവർക്കും ദൈവം പ്രതിഫലം തരട്ടെ. ഏറ്റവും ശാന്തമായ ഒരു സമയമാണത്. ഉറക്കം ആമൻ കോമ്പൻസേറ്റ് ചെയ്യാൻ ആശിക്കുന്ന സമയമാണത്. ആ 5 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിപ്പാൻ നിങ്ങൾ കാണിക്കുന്ന ആ വലിയ ഉത്സാഹത്തിന് ഒരു വലിയ പ്രതിഫലമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ദിവസങ്ങളിൽ എൻ്റെ ചിന്താവിഷയമാണ് ഉണർവ് അഥവാ റിവൈവൽ. റിവൈവ് എന്ന വാക്കിന് ആമേൻ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിലെ അർത്ഥം ഇങ്ങനെയാണ്: ബ്രിങ് ടു ലൈഫ് എന്നാണ്. ജീവനിലേക്ക് കൊണ്ടുവരിക. 2 റിപ്പയർ ചെയ്യുക. 3 റീഇൻസ്റ്റേറ്റ് ചെയ്യുക, യഥാസ്ഥാനപ്പെടുത്തുക. ജീവൻ പകരുക. അപ്പോൾ തന്നെ നമുക്ക് ഉള്ള കേടുപാടുകൾ മാറ്റുക, നമ്മെ യഥാസ്ഥാനപ്പെടുത്തുക എന്ന പദമാണല്ലോ റിവൈവ് എന്ന വാക്കിന്. ആ പദത്തിന് 2 വാക്യങ്ങൾ നിങ്ങളോട് പറയാൻ എനിക്ക് ആശയുണ്ട്. അതിലൊന്ന് നമുക്ക് വളരെ പരിചയമുള്ള 85-ാം സങ്കീർത്തനം 6-ാമത്തെ വാക്യം. ആർക്കെങ്കിലും ഒന്ന് വായിക്കാമോ? സങ്കീർത്തനം 85-6. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കില്ലയോ? അതിന്റെ ഇംഗ്ലീഷ് ഇപ്രകാരമാണ്: റിവൈവ് us, O Lord. Amen. Praise God. ഞങ്ങളെ ഉണർത്തണമേ. ഞങ്ങൾ ജീവിക്കേണ്ടതിന്, ഞങ്ങൾക്ക് സന്തോഷമുണ്ടാകേണ്ടതിന് ഞങ്ങളെ ഉണർത്തണമേ എന്നാണ്. മറ്റൊരു പദം പറഞ്ഞാൽ റിവൈവ് ഓൾവേസ് ലീഡ് ടു റിജോയ്സ്. ആനന്ദിപ്പാൻ നമുക്കിടവരുന്ന ഒരവസ്ഥ ആത്മവിഷയമായി നമ്മിൽ വരുന്ന ഉണർവുകളാണ്. പ്രൈസ് ലോർഡ്. എല്ലാ ദൈവമക്കൾക്കും ഉണർവുണ്ടാകണം എങ്കിൽ അടിസ്ഥാനപരമായി നടക്കേണ്ടുന്ന ചില കാര്യങ്ങൾ
ആ സങ്കീർത്തനത്തിലുണ്ട്. അതിന്റെ 1-ാം വാക്യം വേദപുസ്തകമുള്ളവരെല്ലാം ശ്രദ്ധിച്ചാൽ അതിലിങ്ങനെയുണ്ട്: യഹോവേ, നീ നിന്റെ ദേശത്തെ കടാക്ഷിക്കണമേ. God, with thy favor upon our land. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കുടുംബമാണ് ഗബ്രിയേൽ സാറിന്റെ കുടുംബം. നിങ്ങൾ എല്ലാവരെയും ഇഷ്ടമാണ്. ഞാൻ ആ സഭയിൽ വന്നതുകൊണ്ട് നിങ്ങളിൽ പലരെയും ഞാൻ ഓർക്കാറുണ്ട്. എനിക്ക് വളരെ സന്തോഷമുള്ള ആ സഭയില് ഓരോരുത്തരോടും പരിശുദ്ധാത്മാവ് പറയുന്നത്, ആമേൻ, നമ്മുടെ സഭ ആ പട്ടണത്തിന്റെ പ്രൈം സെന്ററിലാണ്. ഒരു ഹല്ലേലൂയ പറയാമോ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് നമുക്കുള്ള അപേക്ഷ ഇന്ന് ഇങ്ങനെയാണ്: ഗോഡ്, യുവർ ഫേവർ ബി അപ്പോൺ ദിസ് ലാൻഡ്, അപ്പോൺ മൈ ഫാമിലി, അപ്പോൺ മീ. എന്റെ മേൽ, എന്റെ കുടുംബത്തിന്റെ മേൽ, എന്റെ ദേശത്തിന്റെ മേൽ തിരുക്കടാക്ഷം ഉണ്ടാകണം എന്നാണ്. ഈ 100 ദിവസവും നമ്മുടെ പ്രാർത്ഥന ഒരിക്കലും വൃഥാവല്ല. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്ന് നാം വിശ്വസിക്കുന്നു. പിശാചിന്റെ ഒരു വ്യാജം ഈ പ്രാർത്ഥിക്കുന്നവരോട് അവൻ മന്ത്രിക്കുന്നൊരു വ്യാജമുണ്ട്: നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ല, ഇത് വെറുതെയാണ്, ആര് കേൾക്കാനാണ്, ഒരു രൂപാന്തരവും വരുന്നില്ല എന്ന്. എന്നാൽ ഓർക്കുക, പ്രാർത്ഥന സ്വർഗം തുറക്കുന്ന താക്കോലും ഈ പ്രപഞ്ചത്തെ നയിക്കുന്ന അത്യുന്നത ദൈവത്തിന്റെ കരം ചലിപ്പിക്കുന്നതുമാണെങ്കിൽ വിശ്വാസത്താൽ എന്റെ പ്രാർത്ഥന, ഈ പ്രാർത്ഥന തുടരട്ടെ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എന്റെ കുടുംബത്തോട് യഹോവയുടെ കടാക്ഷമുണ്ടാകണം. എന്റെ കുടുംബത്തോട് മനുഷ്യർക്ക് ഒരു ദയവും തോന്നാതിരിക്കെ അത്യുന്നത ദൈവത്തിന് കടാക്ഷം എന്റെ മേലും ഞാൻ വസിക്കുന്ന എന്റെ പട്ടണത്തിന്മേലും ഉണ്ടായി വരണം. പ്രൈസ് ഗോഡ്. ആമേൻ. ഞാനിപ്പോൾ ഈ ദൂത സംസാരിക്കുന്നത് എന്റെ മൂത്ത മകളുടെ ഭവനത്തിൽ ഇരുന്നു കൊണ്ടാണ്. കാനഡയിലാണ്. പ്രൈസ് ഗോഡ്. ഈ ദേശത്തിന് വേണ്ടി കരുത്തോടെ പ്രാർത്ഥിക്കുന്ന അനേക പ്രാർത്ഥന ആ വേളകളുണ്ട്. ഞാൻ ഇവിടെ പ്രസംഗം ഏറ്റുപോയ ആ സമയത്ത് ഇതിന് സമാനമായി ഏതാണ്ട് 67 ശുശ്രൂഷക വൃന്ദം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. ആരംഭത്തിൽ ഒരു 30 മിനിറ്റ് ഞാൻ അവരോട് കൂടെ സംബന്ധിച്ചിട്ടാണ് ഈ യോഗത്തിൽ കയറിയത്. ശക്തിയേറിയ പ്രാർത്ഥനയിൽ അത്ഭുതങ്ങൾ നടക്കുന്നത് സാക്ഷ്യമായി ഞങ്ങൾ കേൾക്കാറുണ്ട്. പാപം പച്ചവെള്ളം പോലെ കുടിക്കുന്ന ഒരു രാജ്യം, കഞ്ചാവും ചരസും എല്ലാം നിയമവിധേയമാക്കിയ ഒരു പട്ടണം. ആമേൻ. അടുത്തിടെ ഞങ്ങൾ നയാഗ്രയിൽ പോയി. കഞ്ചാവിന്റെ ഗന്ധം രൂക്ഷഗന്ധമാണ്. നോക്കുക, ആർക്കും അവരെ തടയാനൊക്കില്ല. നിയമം അവർക്ക് അനുകൂലമാണ്. പാപം പച്ചയായി നടക്കുന്ന ഈ രാജ്യത്തോട് ദൈവം കണ്ണ കാണിക്കണമേ എന്ന് 67-ലധികം പാസ്റ്റർമാർ, ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം കൊല്ലം ന്യൂ ലൈഫ്, എവർലാസ്റ്റിംഗ് ലൈഫ് അസംബ്ലി ഓഫ് ഗോഡ് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തികഞ്ഞ വിശ്വാസത്തോടെ വിശ്വസിക്കണം. യഹോവയുടെ ദയാ കടാക്ഷം കൊല്ലം പട്ടണത്തിന്മേൽ, നമ്മുടെ കുടുംബങ്ങളുടെ മേൽ, നമ്മുടെ തലമുറകളുടെ മേലുണ്ടാകും. അത് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ കടാക്ഷമുണ്ടാകുക എന്നതിന് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ധാരാളം പ്രാർത്ഥനാവേളകൾ നമുക്ക് കാണുവാൻ കഴിയും. അവിടെ ചെവി ചായ്ക്കുക എന്നൊരു പദപ്രയോഗമുണ്ട്. അവിടെ ദൃഷ്ടി നമ്മുടെ മേൽ ഉണ്ടാകുക എന്ന ഒരു പദപ്രയോഗമുണ്ട്. ദൈവം നമ്മോട് കരുണ കാണിക്കുക എന്ന മറ്റൊരു പദപ്രയോഗമുണ്ട്. ദൈവ കടാക്ഷം
നമ്മുടെ മേൽ വെളിപ്പെടുവാൻ നാം ആശിക്കുമ്പോൾ വിശ്വസിച്ചു കൊള്ളുക. ഈ പ്രാർത്ഥനയുടെ 100-ാം ദിവസം ഈ പ്രാർത്ഥിച്ച എല്ലാ കുടുംബങ്ങളുടെ മേലും ദൈവത്തിന്റെ കടാക്ഷമുണ്ട്. നാം പാർക്കുന്ന ദേശത്തിന്റെ മേലും ദൈവത്തിന്റെ കടാക്ഷമുണ്ട്. പ്രൈസ് ഗോഡ്. ഞാൻ മിക്കപ്പോഴും ജൻ പാസ്റ്ററെ ഓർക്കാറുണ്ട്. അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് ശുശ്രൂഷിക്കുന്നതും ജപസിംഗ് സാറ് തുടങ്ങിയ അനേക പ്രിയമുള്ളവർ പ്രാർത്ഥനയിൽ കൈത്താങ്ങുന്നതും ഞാൻ ഓർക്കാറുണ്ട്. ആ പ്രാർത്ഥന ഫലവത്താണ് എന്ന് ജീവിക്കുന്ന സാക്ഷികളാണ് നിങ്ങൾ. ധൈര്യപ്പെട്ടുകൊള്ളുക, പ്രാർത്ഥന തുടർന്നു കൊള്ളുക. ദൈവത്തിന്റെ കടാക്ഷം നമ്മുടെ മേൽ ഉണ്ടായി വരും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. രണ്ടാമത് ആ വാക്യത്തിൽ ഇങ്ങനെയുണ്ട്, യാക്കോബിന്റെ പ്രവാസികളെ തിരിച്ചു കൊണ്ടുവരണം. അതിന്റെ അർത്ഥം പ്രവാസത്തിൽ പോയവർ, അത് പഴയ നിയമത്തില് ഒരു പ്രത്യേക പ്രയോഗമാണ്. അടിമകളായി കൊണ്ടുപോയ വ്യക്തികളെ കുറിച്ചാണ് പ്രവാസികൾ എന്ന് പറയുക. ആ പ്രവാസത്തിൽ നിന്ന് ജനം മടങ്ങി വരണം. ആത്മീയ ഭാഷയിൽ ദൈവജന അവരാരാധിച്ചിരുന്ന ഒരളവിൽ നിന്ന് പിന്മാറി അടിമകളായി, പാപത്തിന്റെയും അന്ധകാരത്തിന്റെയും അടിമകളായി പോയിട്ടുള്ളവർ മടങ്ങി വരണം. അത് നമ്മുടെ ആശയാണ്. സഭ ശ്രദ്ധയോട് പ്രാർത്ഥിക്കേണ്ടത്, ആമേൻ, ദേശത്ത് പാപികൾ രക്ഷിക്കപ്പെടണം. അപ്പോൾ തന്നെ പിന്മാറ്റക്കാർ മടങ്ങി വരണം. പ്രവാസത്തിൽ പോയവർ മടങ്ങി വരണം. അത് നമ്മുടെ ഉള്ളത്തിന്റെ ആശയാണ്. യഹൂദനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ അവർ പ്രവാസികളായി പോയി. നമുക്കെല്ലാം അറിയാം, നമ്മുടെ രാജ്യത്ത് കൊച്ചിയിലും അവരുണ്ടായിരുന്നു. അവരുടെ രാജ്യത്ത് കൃപയാൽ പോകാൻ എനിക്കിട വന്നിട്ടുണ്ട്. യെരൂശലേമിൽ, ഇസ്രായേലിൽ പോകാൻ ഇട വന്നിട്ടുണ്ട്. ആ പ്രത്യേക ആ സ്ഥലത്ത് ഞാൻ ചെന്ന വേളയിൽ വിലാപമതിൽ എന്ന ഒരു മതിലുണ്ട്. ആമേൻ. ധനാട്യരായ യഹൂദന്മാർ സ്വന്തം ഫ്ലൈറ്റിൽ ആമേൻ വന്നിറങ്ങി, ഫ്ലൈറ്റ് അവിടെ ഇട്ടിട്ട് വന്ന് അവിലാപ മതിലിന്റെ അടുത്ത് വന്ന് നെറ്റി മതിലിൽ ആമൻ മുട്ടിച്ചിങ്ങനെ പ്രാർത്ഥിക്കും, ഞങ്ങളുടെ രാജ്യം യഥാസ്ഥാനപ്പെടുത്തണമേ, ഞങ്ങൾക്ക് രാജ്യം യഥാസ്ഥാനപ്പെടുത്തണമേ, മശിഹായെ വരണമേ എന്നാണ്. ഞങ്ങൾ അവിടെ നിന്നുകൊണ്ട് അവരുടെ പ്രാർത്ഥന കേട്ടിട്ട് ഇങ്ങനെ പറഞ്ഞു. മലയാളത്തിലാ പറഞ്ഞത് കേട്ടോ, അവരറിയാതിരിക്കാൻ. ആമേൻ. മശിഹ വന്നത് അവർക്ക് അറിഞ്ഞുകൂടാ. കാരണം യഹൂദനത് നമ്മുടെ കർത്താവിനെ വിശ്വസിക്കുന്നില്ല. ആമേൻ. അവർ വിശ്വസിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. പ്രൈസ് ഗോഡ്. അവരുടെ 3 പ്രധാന വാക്കുകൾ ഞാൻ കേട്ടു. അവൻ കാഴ്ചയിൽ ധനാട്യനായ ഒരു മനുഷ്യനാണത്. നിറകണ്ണുകളോടെ, സാധാരണ കരച്ചിൽ അഭിനയിക്കുകയല്ല. ആമേൻ. നെറ്റി വിലാപമതിലിൽ മുട്ടിക്കൊണ്ടിങ്ങനെ പറഞ്ഞു, മശിഹായെ ആമേൻ വരണമേ എന്നാണ്. ആമേൻ. പ്രൈസ് ഗോഡ്. ഞങ്ങളുടെ രാജ്യം യഥാസ്ഥാനപ്പെടുത്തണമേ. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ചിതറിയ ഞങ്ങളുടെ സഹോദരങ്ങളെ കൂട്ടിയോജിപ്പിക്കണമേ. ഞാൻ ഈ സംസാരിക്കുമ്പോഴും ഇസ്രായേൽ ബോംബിന്റെ ഭീഷണിയിലാണ്. ബങ്കറുകളിൽ ഒളിച്ച് അവർ സൈറൻ കേൾക്കുമ്പോൾ ആമേൻ ഒളിച്ചു മാറുന്നു. എങ്കിലും അവർ യൗവനക്കാർ, ടീനേജേഴ്സ്, അവർ യോദ്ധാക്കളായി മാറുകയാണ്. ആമേൻ. എന്റെ ഒരു സ്നേഹിതനും തന്റെ ഭാര്യയും അവിടെയുണ്ട്. പ്രൈസ് ഗോഡ്. മൈക്കിൾ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഭാര്യയുടെ പേര് ജെനി. എനിക്ക് വരുന്ന എഴുത്തുകളിൽ ഇങ്ങനെയുണ്ട്, ഞങ്ങളുടെ പ്രത്യാശ പുരുഷനായ ക്രിസ്തുവിനെ ഞങ്ങൾ നേരിൽ കാണും. അവർ ക്രിസ്ത്യാനികളാണ്, യഹൂദന്മാരിൽ നിന്ന് ക്രിസ്ത്യാനികളായവരാണ്. അവരുടെ പ്രാർത്ഥന പ്രവാസികൾ മടങ്ങി വരണമെന്നാണ്. ആമേൻ. കൊല്ലം എവർലാസ്റ്റിംഗ് ലൈഫ് അസംബ്ലി ഓഫ് ഗോഡില് നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പദ്ധതി പ്രകാരമുള്ളവർ ദൈവസഭയിലേക്ക് മടങ്ങി വരണം.
എന്ന് പ്രാർത്ഥിച്ചു കൊള്ളുക. ദൈവം അത് ചെയ്യുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഉണർവ് വരുന്ന മൂന്നാമത്തെ കാര്യം അവിടെയുണ്ട്. നിന്റെ ജനത്തിന്റെ അകൃത്യം മോചിക്കണം, അവരുടെ പാപം ആമേൻ നീ മൂടിക്കളയണം. സെറ്റിലിംഗ് ദ സിൻ ആൻഡ് ഇനിക്വിറ്റീസ്. പാപങ്ങൾ മറയ്ക്കണം, ആകായ്മ ശാസിക്കപ്പെടണം. എപ്പോഴും ഒരു ഉണർവ് നമുക്ക് അനിവാര്യമായി വരുമ്പോഴും അത് വരണമെങ്കിലും നിലനിൽക്കണമെങ്കിലും തുടരണമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വന്ന സകല പാപങ്ങളും നാം തിരുത്തപ്പെടണം. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു വാക്യം 32-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിലുണ്ട്. എടുത്തവരൊന്ന് വായിക്കാമോ? 32-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. വായിച്ചോളൂ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നമുക്ക് ഒരു നിമിഷം അതൊന്ന് ചിന്തിക്കാം. ലംഘനങ്ങളെല്ലാം ക്ഷമിച്ചു, എത്ര ഭാഗ്യമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്ത ലംഘനങ്ങൾ മഹാദൈവം ക്ഷമിച്ചു, പാപങ്ങൾ മറച്ചു. പ്രൈസ് ഗോഡ്. ദൈവത്തിനറിയാം നമ്മുടെ ലംഘനങ്ങൾ, ദൈവത്തിനറിയാം നമ്മുടെ പാപങ്ങൾ. അത് ക്ഷമിക്കുന്നവൻ ക്ഷമിക്കുമ്പോൾ അവൻ മറച്ചാൽ പുണ്യാഹ രക്തം കൊണ്ട് അത് കഴുകിയാൽ നാം എത്ര ഭാഗ്യമുള്ളവരാണ്. ഒരു ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അടുത്തത്, യഹോവ അകൃത്യങ്ങൾ കണക്കിടാതെ. ആമേൻ. പ്രൈസ് ഗോഡ്. അടുത്തത്, ആത്മാവിൽ കപടമില്ലാത്തൊരവസ്ഥ. ആമേൻ. നിങ്ങളെല്ലാം ഞാൻ സ്നേഹത്തിന്റെ വാക്കിൽ പറയുമ്പോഴും എന്റെ അകമെന്തെന്ന് ദൈവമേ അറിയുന്നുള്ളൂ. ആത്മാവിൽ കപടമില്ലാത്തൊരവസ്ഥ, അതാണ് ഭാഗ്യാവസ്ഥ. ഈ ഒരവസ്ഥയുള്ളവർ ഭാഗ്യമുള്ളവരാണ്. അന്നവൻ 4-ാമത്തെ വിഷയം ഇതാണ്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ രക്ഷയായ ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. പ്രാർത്ഥിക്കുന്ന നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുമ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ആമേൻ പ്രാർത്ഥിക്കുവാൻ ധൈര്യപ്പെടുന്നെങ്കിൽ നിങ്ങൾ യു ആർ ഇൻ ദ റൈറ്റ് പോയിന്റ്. ചിലർ പ്രാർത്ഥിക്കുവാൻ നിയോഗിക്കപ്പെട്ടവർ അവിടെ കാണാറില്ല. സ്തോത്രം. എന്റെ സ്വന്തം സ്ഥലം ഗബ്രിയേൽ സാറിന് അറിയാം. എടമണ്ണ് ചെറുതന്നൂർ എന്ന സ്ഥലമാണ്. പ്രൈസ് ദി ലോർഡ്. ധാരാളം വീടുകളുള്ള ആമൻ ഒരു ഏരിയയാണ്. സാർ അതിനടുത്തുള്ള എസ്റ്റേറ്റിൽ ആമൻ റൈറ്ററായോ സൂപ്പർവൈസറായോ ഇരുന്നിട്ടുണ്ട്. അദ്ദേഹം ഞങ്ങളുടെ ഭവനത്തിൽ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, രാത്രിയുടെ യാമങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ചിലരുടെ പ്രാർത്ഥന ശബ്ദം ഒരു വീട്ടിൽ നിന്ന് ഉയർന്നാൽ അടുത്ത വീട്ടിലേക്ക് അത് പകരും. ചില സമയങ്ങളിൽ അർദ്ധരാത്രികളിൽ എഴുന്നേറ്റ് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന ചിലരുടെ പ്രാർത്ഥന ആ ഏരിയ മൊത്തം പ്രാർത്ഥനയാൽ നിറയാറുണ്ട്. പ്രൈസ് ഗോഡ്. പിശാച് അതിന് ഒട്ടും ഇഷ്ടമല്ല. ആമേൻ. ചില ഘട്ടങ്ങളിൽ വഴക്കും അങ്ങനെ തന്നെയാ. പ്രൈസ് ഗോഡ്. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഉണർവിന്റെ ആ വലിയ ജ്വലനം വ്യാപരിക്കുമ്പോൾ അതിന് പ്രതികരണവുമായി നിന്ന അനേക കുടുംബങ്ങളുണ്ട്. പ്രൈസ് ഗോഡ്. ഞാൻ ഇന്ന് ഈ സമയം ഇവിടെ രാത്രിയായി പോകും, ഇടയ്ക്ക് രാത്രി എന്നൊക്കെ വരും, ക്ഷമിക്കണം, നിങ്ങളുടെ പ്രഭാതമാണെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനാ വേളകളിൽ നാം നമ്മെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തിയാൽ സഭ സജീവമാകും. പ്രൈസ് ഗോഡ്. ദൈവത്തിന് നമ്മെ വളരെ ഇഷ്ടപ്പെടും. പ്രൈസ് ലോർഡ്. എനിക്ക് തോന്നുന്നു ഇത് ഏതാണ്ട് 24ഓളം ഡിവൈസസ് ഉണ്ട്. ഈ 24 ഡിവൈസസിനുമുള്ള എല്ലാവരും ഓർക്കണം, ഒന്ന് ചിന്തിക്കണം, പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ച ഞാൻ അതിന്റെ റൈറ്റ് പൊസിഷനിലാണോ? പ്രൈസ് ലോർഡ്. എന്റെ ഒരു കസിനാണ് ജൈനമ്മ. ആമേൻ. പ്രിയ സാറിന്റെ ഒക്കെ ഭവനത്തിൽ നിന്നിട്ടുള്ളതാണ്.
അവരുടെ പിതാവ് പ്രൈസ് ഗോഡ് ഞങ്ങളുടെ പാപ്പനാണ്. അദ്ദേഹത്തെ ഞാൻ ഓർക്കാറുണ്ട്. വലിയ വെളിപ്പാടുള്ള ഒരു ദൈവദാസനായിരുന്നു. കറതീർന്ന വെളിപ്പാട് അദ്ദേഹം പറയുമായിരുന്നു. ദേശത്ത് വരാൻ പോകുന്ന അനർത്ഥങ്ങളെ കുറിച്ച് ആത്മാവിൽ താൻ ഗ്രഹിക്കുമായിരുന്നു. അത് ദേശത്തോട് വിളിച്ചു പറയുമായിരുന്നു. ഞാൻ നിങ്ങളോടിത് പറയുവാൻ കാരണം, നമ്മുടെ സഭയ്ക്ക് പ്രാർത്ഥനക്കാർ വേണം, കൃപാവരമുള്ളവർ വേണം, അഭിഷേകമുള്ളവർ വേണം, ആരാധിക്കുന്നവർ വേണം. അനർത്ഥങ്ങൾ അടിച്ചേൽപ്പിക്കാൻ വാദിച്ചു നിൽക്കുന്ന ദുർശക്തികൾ ഭവനങ്ങളെ, തലമുറകളെ വേട്ടയാടുവാൻ നിൽക്കുമ്പോൾ അതാത്മാവിൽ കണ്ട് ആ പോരിനെ ശാസിക്കാൻ കഴിയുന്ന ദർശനക്കാർ വേണം, കാവൽക്കാർ വേണം, ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനക്കാർ വേണം. രണ്ടാമത്തെ പദം, ആർ യു ഇൻ ദ റൈറ്റ് പ്ലേസ്? യഥാസ്ഥാനത്താണോ നിൽക്കുന്നത് എന്ന് ആത്മാവിൽ ഒന്ന് സ്വയശോധന ചെയ്യണം. പ്രാർത്ഥിക്കേണ്ടവരെ അന്വേഷിക്കുമ്പോൾ അവരവിടെ കാണില്ല, കാവൽക്കാർ ആ സ്ഥലത്ത് കാണില്ല എങ്കിൽ എന്ത് ദുഃഖകരമാണ്. സഭ അനുഗ്രഹിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നവരെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹോവയെ ഓർപ്പിക്കുന്നവരെ എന്ന പുസ്തകത്തിൽ ഒരു പദപ്രയോഗമുണ്ട്. ഹോവയ്ക്ക് മറവിയുണ്ടോ? ഇല്ല. പ്രാർത്ഥിക്കുന്ന നീയും ഞാനും വലിയ ദൈവത്തെ നമ്മുടെ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ദുഃഖങ്ങൾ ദൈവത്തെ ഓർമ്മിപ്പിക്കുകയാണ്. വാഗ്ദത്തങ്ങള് ദൈവത്തോട് ഓർമ്മിപ്പിക്കുകയാണ്. ആ വാത്സല്യ കുഞ്ഞിന് അമേൻ അനു പറഞ്ഞ ഒരു വാക്ക് സന്തോഷമായി തോന്നി. അവിടെ വിവാഹ ദിവസം അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിപ്പാൻ എനിക്ക് ദൈവം ഭാഗ്യം നൽകി. ഞാൻ അവരെ ഓർക്കുമ്പോഴെല്ലാം ഓർക്കുന്നൊരു വിഷയമുണ്ട്. ദൈവത്താൽ അവർ മാനിക്കപ്പെടണം, ഉയർത്തപ്പെടണം, അനുഗ്രഹിക്കപ്പെടണം. പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടുള്ള അനേക വാഗ്ദത്തങ്ങളുണ്ട്. ആ വാഗ്ദത്തങ്ങൾ ദൈവം മറക്കുന്നു എന്നല്ല, എങ്കിലും ദൈവത്തെ അത് ഓർപ്പിക്കുന്നതാണ് പ്രാർത്ഥന. ഹല്ലേലൂയ. ദേശത്ത് ദൈവം പ്രവർത്തിക്കുമെന്ന് സഭയെ നിന്നോട് ദൈവം പറഞ്ഞ അനേക വാഗ്ദത്തങ്ങളുണ്ട്. ദൈവം അത് മറക്കുന്നില്ല. പക്ഷി ഉപവാസത്താൽ, പ്രാർത്ഥനയാൽ നമുക്കത് ദൈവത്തെ ഓർമ്മിപ്പിക്കാം. നമുക്കൊരു മടങ്ങി വരവും യഥാസ്ഥാനവും വേണം. ഹല്ലേലൂയ. അതാണ് 6-ാം വാക്യം. നിന്റെ ജനം നിന്നിൽ ആനന്ദിപ്പാൻ നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കണം. Revive, Amen, thy people to rejoice. Hallelujah. നമ്മിലൊരു ഉണർവ് വരുമ്പോഴാണ് ആനന്ദമുണ്ടാകുന്നത്. 4 അവസ്ഥകളിലെ ആനന്ദം ഞാൻ പെട്ടെന്ന് പറയാം. പരിശുദ്ധാത്മാവ് നമ്മുടെ മേലുണ്ടെങ്കിൽ ആത്മഫലമാണ് സന്തോഷം, ആത്മഫലമാണ് ആനന്ദം. ആത്മാവിൽ നിറയുമ്പോൾ ദൈവം തരുന്നൊരു ആനന്ദം ലോകം തരാത്തതാണ്. നമുക്ക് ആത്മാവിൽ നിറയാം. ദൈവികമായിട്ടുള്ളൊരു ആനന്ദം നമ്മുടെ മേൽ വരട്ടെ. ആ തേജസ് നമ്മുടെ മേൽ വരട്ടെ. അതൊരു വിടുതലായി വരട്ടെ. അതിനായി നമുക്കൊന്നുണരാം. പ്രൈസ് ഗോഡ്. അടുത്ത ആനന്ദം ദൈവസഭയോട് ബന്ധപ്പെട്ട് പറഞ്ഞാൽ ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. കാണാതായ ഒരാണിനെ തേടി ചെല്ലുമ്പോൾ ഹല്ലേലൂയ, അത് കണ്ടു കിട്ടിക്കഴിഞ്ഞാൽ ലഭിക്കുന്നൊരു ആനന്ദം. നമ്മുടെ സഭയിൽ അനേക ആടുകൾ ഇടയന്റെ ആലയിൽ വരേണ്ടതുണ്ട്. അവരെ തേടി ചെല്ലുവാൻ ആസ് എ സോൾ വിന്നർ നമുക്ക് ഒരുങ്ങാം. ഈ പ്രാർത്ഥന അതിന് ഉതകട്ടെ. ആമേൻ. വ്യക്തിപരമായിട്ടുള്ളൊരു ദ്രഹ്മ കളഞ്ഞുപോയൊരു വ്യക്തിയെ കാണാം. ഭവനം മൊത്തം അടിച്ചു വാരി അത് അന്വേഷിച്ച് കണ്ടെത്തി കഴിഞ്ഞാൽ എന്തൊരാനന്ദമാണ്. നിനക്ക് ലഭിച്ച താലന്ത് നഷ്ടപ്പെട്ടു പോയെങ്കിൽ നിന്റെ അകം മൊത്തം നിരാശയും നെടുവീർപ്പുമാണ്. നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ പറയാം, കർത്താവേ, എന്നിലെ നഷ്ടം, എന്നിലെ ദ്രഹ്മ നഷ്ടപ്പെട്ടത് ഞാൻ
അന്വേഷിക്കുന്നു. കണ്ടെത്തുവോളം ഞാൻ അന്വേഷിക്കുന്നു. അത് കണ്ടെത്തിയാൽ ആനന്ദിപ്പാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചു കൊള്ളുക. അടുത്തത്, ഒരു കുടുംബത്തിലെ 2 വ്യക്തികൾ, ഒരു കുടുംബത്തിൽ നിന്ന് ഒരുവൻ അകന്നു മാറി നഷ്ടപ്രായമായി. ആമേൻ. ആ പുത്രൻ, ധൂർത്തുപുത്രൻ മടങ്ങി വരുമ്പോഴാണ് ആ ഭവനത്തിൽ ആനന്ദം. വ്യക്തിപരമായ ആനന്ദം നമുക്കുണ്ടാകണമെങ്കിൽ നമ്മിലൊരു വിടുതൽ ആവശ്യമാണ്. സഭാപരമായി, കുടുംബപരമായി ആനന്ദം വരണമോ? ദൈവപ്രവൃത്തി നടക്കണം. അത് നടക്കുമെന്ന് വിശ്വസിക്കുന്നവർ എല്ലാവരും കരമുയർത്തി സ്തോത്രം ചെയ്യാം. ഈ 100ാമത്തെ ദിവസം നാം ഒന്നിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ഈ 100 ദിവസവും പ്രാർത്ഥനയാൽ വിതച്ചതിന് വലിയൊരു കൊയ്ത്തുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ആ കൊയ്ത്ത് കാണുവാൻ വിശ്വാസത്താൽ നമുക്ക് ഒരുമിച്ച് വിശ്വസിച്ചു കൊണ്ടിരിക്കുക. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് ഒരു ജീവിപ്പിക്കൽ കർത്താവ് തരികയാണ്. നമുക്ക് വളരെ പരിചയമുള്ള 2ാമത്തെ വാക്യം പഴയ നിയമത്തിൽ നിന്ന് വായിക്കാൻ ആശിക്കുന്നു. ഹബക്കൂക്ക് 3-ാം അധ്യായം 2ാമത്തെ വാക്യം പ്ലീസ്. ഹബക്കൂക്ക് 3-ാം അധ്യായം 2-ാം വാക്യം. യഹോവേ, ഞാൻ നിന്റെ കേൾവി കേട്ട് ഭയപ്പെട്ടു പോയി. യഹോവേ, ആണ്ടുകൾ കഴിയും മുമ്പേ നിന്റെ പ്രവൃത്തികളെ ജീവിപ്പിക്കണമേ. ആണ്ടുകൾ കഴിയും മുമ്പേ അതിനെ വെളിപ്പെടുത്തണമേ. ക്രോധത്തിങ്കൽ കരുണ കാണിക്കണമേ. ആമേൻ. അതിൽ NIV ന്യൂ ഇന്റർനാഷണൽ വേർഷനിൽ ഇപ്രകാരമാണ്: ഓ ലോർഡ്, റിവൈവ് thy work in my life, in my days, in my time. Praise the Lord. ആണ്ടുകളുടെ മധ്യേ എന്നുമുണ്ട്. In the midst of the year. നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ പറയാം, ഈ ദിവസം, praise the Lord, ഈ വ്യാഴാഴ്ച രാവിലെ ദൈവപ്രവൃത്തിയുടെ ദിവസമാണ്. വിശ്വസിക്കുന്നവർ സ്തുതിച്ചു കൊണ്ടിരിക്കുക. അവിടെ നീയും ഞാനും ഈ 100 ദിവസം അവൻ പ്രാർത്ഥിച്ചവരെല്ലാം ഓർക്കണം. യു ആർ ഇൻ യുവർ പ്രൈം ടൈം. ദൈവത്തോട് പറയണം, കർത്താവേ, അങ്ങയുടെ പ്രവൃത്തി എന്നിൽ ഒന്ന് ജീവിപ്പിക്കണം. റിവൈവ് ദൈ വർക്ക്. ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളിൽ ശക്തിയോടെ വെളിപ്പെട്ടാൽ അസാധാരണ ദൈവക്രിയ കുടുംബങ്ങളിൽ നടക്കാൻ പോകുകയാണ്. അത് വിശ്വസിക്കുന്ന എല്ലാവരും സ്തുതിച്ചു കൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ആത്മാവിൽ ഞാനൊരു ദൂതായി നിങ്ങളോട് പറയുന്നു, ദൈവപ്രവൃത്തി നിങ്ങളിൽ ആമൻ ഈ 100 ദിവസവും രാവിലെ കാലം ആമൻ വെളിപ്പെട്ടു വന്നു. ആ 100 ദിവസവും നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാൽ, നിങ്ങൾ വിതച്ച വിതയാൽ ഒരു ദൈവപ്രവൃത്തി നിശ്ചയമായി കുടുംബങ്ങളിൽ നടന്നിട്ടുണ്ട്. ഞാന് ന്യൂ ലൈഫ് അഥവാ എവർലാസ്റ്റിംഗ് ലൈഫ് അസംബ്ലീസ് ഓഫ് ഗോഡിനെ ഓർക്കുമ്പോഴെല്ലാം ഓർക്കുന്ന ഒരു പ്രത്യേക വിഷയമുണ്ട്. ഞാൻ എൻ്റെ അനുജൻ പാസ്റ്റർ വിക്ടർ ജോൺ അദ്ദേഹത്തോടും പറയാറുണ്ട്, പ്രൈസ് ഗോഡ്, പ്രധാനമായ വിഷയം അതിന്റെ ദൈവപ്രവൃത്തിയാൽ ആ പട്ടണത്തെ ചലിപ്പിക്കുന്ന ഒരു പ്രത്യേകതയുണ്ട്. ബിസിനസ് കമ്മ്യൂണിറ്റിയെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊള്ളുക. അനേക ബിസിനസ്സുകാർ ആ സഭയോട് ചേർന്ന് വരാൻ പോകുകയാണ്. എത്ര പേർ വിശ്വസിക്കും? ചെറിയ ബിസിനസ് ചെയ്യുന്നവരെ വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഞാൻ ആ സഭയെ ഓർക്കുമ്പോഴെല്ലാം പ്രാർത്ഥിക്കാറുള്ള ഒരു വിഷയമാണ്. മറ്റൊന്ന്, ഉദ്യോഗസ്ഥരായ അനേകർ ആ സഭയിൽ ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അവര് ഞെരുക്കുന്ന പിശാചിന്റെ പിടിയിൽ നിന്ന് അവർ രക്ഷപ്പെട്ട് അഭിഷേകത്താൽ ബലം പ്രാപിച്ച് കരുത്തരായി മാറാറുണ്ട്.
അനേക വ്യക്തികൾ ഏത് ഭാഷക്കാരുമാകട്ടെ, ഹല്ലേലൂയ, പ്രൗഢാരാധനായ അവർ നിമിത്തം കുടുംബങ്ങൾ വിശ്വാസത്തിൽ വരേണ്ടതിന് ആമേൻ a soul winning summon church. Hallelujah. ആമേൻ. ദൈവകൃപ വെളിപ്പെടും, ദൈവപ്രവൃത്തി നിങ്ങളിൽ വെളിപ്പെട്ടു വന്നാൽ. എന്നാൽ ഈ വാക്യത്തിന് ഒരു പശ്ചാത്തലം പറയാൻ എനിക്ക് ആശയുണ്ട്. എന്നാൽ എന്റെ മുൻപിൽ ഇനി 5 മിനിറ്റൂടെ ഉള്ളൂ, പെട്ടെന്ന് പറഞ്ഞു നിർത്താം. ഹല്ലേലൂയ. അവൻ ഹബക്കൂക്ക് എന്ന ആ പ്രവാചകൻ ഒറ്റയ്ക്കൊരിടത്തിരുന്ന് അയ്യം വിളിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന ആമേൻ, നമ്മൾ കുറച്ചുപേരേ ഉള്ളൂ, നമ്മൾ ഏതുമില്ല എന്നൊക്കെ ചിന്തിച്ചാലും ഓർക്കുക, നിന്റെ കരച്ചിൽ ദൈവം കേൾക്കും. ഹല്ലേലൂയ. ഒരു പക്ഷേ നാം ചിന്തിക്കുന്ന സമയത്തായിരിക്കില്ല ദൈവപ്രവൃത്തി. ഞാന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ആമേൻ പ്രിയ ഗബ്രിയേൽ സാറിന്റെ മകൾ സുവിശേഷ വേലയിലാകുമെന്ന്. ഹല്ലേലൂയ. സ്തോത്രം. അല്ലലറിയാതെ വളർന്ന ആ ആമേൻ മകള് ആമേൻ വളരുന്നൊരു സഭയുടെ ആമേൻ ആമേൻ ആ സഭയിൽ അഭിഷക്തനോട് ചേർന്ന് നിൽക്കുകയാണ്. കടന്നുപോയ വഴികൾ കഷ്ടപൂർണമായിരുന്നെങ്കിലും ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. ഞാൻ ഒന്നുകൂടെ പറയാം, വിശ്വാസത്താൽ നിങ്ങളുടെ പ്രായം എന്തുമാകട്ടെ, പ്രൈസ് ദി ലോർഡ്, ശാന്തമാമയോടും ആമേൻ, പ്രൈസ് ദി ലോർഡ്, അനുവിനോടും മിനി ആൽബർട്ടിനോടും ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നിങ്ങൾ എല്ലാവരോടും ദൈവാത്മാവ് ഇടപെടുകയാണ്. ആമേൻ, 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 ആമേൻ. ജസീന്ത, പ്രൈസ് ദി ലോർഡ്, ആമേൻ. റാണി ജോൺ, ജയ, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൗഢ നാദ രാജ, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. മോനിഷ, വിജയ, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എല്ലാവരോടും ദൈവാത്മാവ് അതിശക്തമായി ഇടപെടുന്നതിന്റെ പ്രത്യേകത ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾ ദൈവത്തിനുള്ളവരാണ്. ദൈവത്തിന്റെ പ്രവൃത്തി അതിന്റെ അളവിൽ ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. അത് വിശ്വാസത്തോടെ വിളിച്ചു പറയണം. ദൈവപ്രവൃത്തി ഒന്ന് വെളിപ്പെട്ടേ ഒക്കൂ. ആ ഒരധ്യായം മൊത്തം നിലവിളിയായിരുന്നെങ്കിൽ 2-ാം അധ്യായം ചലനമുണ്ടാക്കിയത് ഒരു വെളിപ്പാടാണ്, ഒരു ദർശനമാണ്. ഇറ്റ് ഈസ് മൈ പ്രയർ. ഇത് രാത്രി എന്റെ പ്രാർത്ഥന, നിങ്ങൾ എല്ലാവരുടെ മേലും നിങ്ങളുടെ തലമുറയെ കുറിച്ച്, നിങ്ങളുടെ കുടുംബങ്ങളെ കുറിച്ച് ദൈവം ഒരു ദർശനം തരട്ടെ. അവിടെ ആ പദം എല്ലാവർക്കും അറിയാവുന്ന പദമാണ്. ആ ദർശനത്തിനൊരു അവധി വച്ചിരിക്കുന്നു. ഹല്ലേലൂയ. സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. ഹല്ലേലൂയ. സമയം തെറ്റുകയില്ല, വൈകിയാലും അതിനായി കാത്തിരിക്കണം. ഈ യോഗങ്ങൾ, ഈ പ്രാർത്ഥനകളിൽ സാധാരണ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ നിങ്ങൾക്ക് ഒരു വഴിത്തിരിവാകുന്നത് ഒരു ദർശനമാണ്. ഞാൻ വിശ്വാസത്തോടെ പറയുന്നു, എവർലാസ്റ്റിംഗ് ലൈഫ് സഭയുടെ എല്ലാ ദൈവമക്കളും ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും അത്യുന്നതിനൊരു ശുഭാപ്തി വിശ്വാസത്തിന്റെ ദർശനം തരാൻ പോകുകയാണ്. ഹല്ലേലൂയ. അത് ചൈതന്യമായപ്പോൾ ആമേൻ അവിടെയാണ്. ആമേൻ 3-ാം അധ്യായത്തിൽ അവൻ തന്നെ വിളിച്ചു പറയുന്നു, എന്റെ മേൽ അങ്ങയുടെ പ്രവൃത്തി വെളിപ്പെടുത്തണമേ. നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ പറയാം, കർത്താവേ, എന്റെ മേൽ അങ്ങയുടെ പ്രവൃത്തി ഒന്ന് വെളിപ്പെടുത്തണമേ. ഹല്ലേലൂയ. നിങ്ങളിൽ ഭരണമേലും പ്രാർത്ഥനയുടെ വലിയൊരു ശക്തിയുണ്ട്. അധികാരം കൂടെ ഈ യോഗത്തിൽ വെളിപ്പെടാൻ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഗ്ലോറി മാസ്റ്റർ, അനേക കുടുംബങ്ങളെ അലട്ടുന്ന ആഭിചാര കുരുക്കുകൾ അവരുടെ ബിസിനസ്സിനെയോ അവരുടെ മുന്നേറ്റങ്ങളെയോ കുടുംബത്തിന്റെ ഐശ്വര്യത്തെയോ തടഞ്ഞു വാദിക്കുന്ന ഇരുളിന്റെ വ്യാപാരങ്ങളെ ശാസിപ്പാൻ ഒരധികാരം പ്രയോഗിക്കാൻ നീ തയ്യാറെങ്കിൽ ദൈവപ്രവൃത്തി നിന്നിൽ ഇന്ന് വെളിപ്പെടാൻ പോകുകയാണ്. എല്ലാ പ്രിയമുള്ളവരുടെയും കണ്ണുകൾ അടച്ചാട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കാം.
കർത്താവേ, നിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ഒരാമേൻ പറഞ്ഞാട്ടെ. യേശുവിന്റെ ശക്തി എന്റെ മേലുണ്ട്, അഭിഷേകം എന്റെ മേലുണ്ട്. ആത്മാവിലുള്ള പ്രവൃത്തി എന്നിൽ കൂടെ നടക്കാൻ പോകുകയാണ്. എന്റെ വരുമാനത്തിന്റെ മേൽ, എന്റെ സ്വസ്ഥതയുടെ മേൽ, എന്റെ കുടുംബ ജീവിതത്തിന്റെ മേൽ, എന്റെ ഉയർച്ചകളുടെ മേൽ വാദിച്ചു നിൽക്കുന്ന അശുദ്ധ ശക്തികളെ ഈ സമയം യേശുവിന്റെ നാമത്തിൽ ശാസിക്കുകയാണ് എന്ന് പറയുവാൻ നിങ്ങൾ തയ്യാറായാൽ ദൈവപ്രവൃത്തി നിങ്ങൾ കൂടെ നടക്കാൻ പോകുകയാണ്. നിങ്ങളുടെ അടുക്കലെത്തുന്ന ഒരു വ്യക്തിയോട് യേശുവിനെ കുറിച്ച് പറയാൻ അവസരം കിട്ടിയാൽ നിങ്ങൾ അത് ചെയ്യുമ്പോൾ ദൈവപ്രവൃത്തി നടക്കുകയാണ്. ദേശത്തെ തടഞ്ഞ് വാദിക്കുന്ന ഒരു പിശാചിനെ പ്രാർത്ഥനയാൽ യേശുവിൻ നാമത്തിൽ ബന്ധിച്ചു മാറ്റാൻ നിങ്ങളുടെ പ്രാർത്ഥന ഉതകുന്നെങ്കിൽ ദൈവപ്രവൃത്തി നടക്കുകയാണ്. അവൻ പഠിച്ചിട്ട് നേട്ടമില്ലാതെ നിരാശപ്പെടുന്ന തലമുറ നിന്റെ അടുക്കൽ വരുമ്പോൾ അഭിഷേക ബലത്താൽ ആ കുഞ്ഞിന്റെ മേൽ കരം വെച്ച് ആത്മനിറവിൽ പ്രാർത്ഥിച്ചനുഗ്രഹിച്ചാൽ ആ കുഞ്ഞ് സ്വതന്ത്രമാകുമ്പോൾ നിന്നിൽ ഒരു ദൈവപ്രവൃത്തി നടക്കുകയാണ്. എത്രയോ വാഗ്ദത്തങ്ങൾ ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. ആ വാഗ്ദത്തങ്ങളെയെല്ലാം തടഞ്ഞു നിൽക്കുന്ന അശുദ്ധാത്മാവിനെ ശാസിപ്പാൻ നീ തയ്യാറായാൽ നിന്നിൽ ദൈവപ്രവൃത്തി നടക്കുകയാണ്. കർത്താവേ, അങ്ങയുടെ പ്രവൃത്തി എന്നിൽ നടക്കണം എന്നാശിക്കുന്നവരെല്ലാം വായി തുറന്ന് കണ്ണുകൾ കർത്താവിലേക്ക് ഉയർത്തി, കരങ്ങൾ ഉയർത്തിയോ, കരങ്ങൾ അടിച്ചോ, നമ്മുടെ അന്യഭാഷയിൽ അല്പസമയം കർത്താവിനെ സ്തുതിക്കാൻ പോകുകയാണ്. ഈ പ്രാർത്ഥന തുടരട്ടെ, ഈ പ്രാർത്ഥന ജയമായി വരട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ 100ാമത്തെ പ്രാർത്ഥന അനുഗ്രഹിക്കുകയാണ്. അതിന്റെ തുടർച്ച തുടരുവാൻ യേശുവിന്റെ കരം വെളിപ്പെടട്ടെ. അത് ഉണർവിനായി, നന്മയായി, മുന്നേറ്റമായി വെളിപ്പെട്ടു വരുവാൻ എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. ദേശത്തെ ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കെ ആ ദേശത്തു നിന്ന് ഇനിയൊരു വ്യക്തിയെ വിശ്വാസത്തിലേക്ക് തരില്ലെന്ന് വാദിക്കുന്ന ദുഷ്ടശക്തിയെ അധികാരമുള്ള യേശുവിൻ നാമത്തിൽ ശാസിപ്പാൻ ആത്മകൃപ നിങ്ങളിൽ വെളിപ്പെടുകയാണ്. അഭിഷേകത്തിന്റെ ശക്തി, ആത്മബലത്തിന്റെ ശക്തി ബലത്തോടെ വെളിപ്പെടട്ടെ. പ്രത്യേകാൽ ഈ യോഗത്തിലേക്ക് എന്നെ ക്ഷണിച്ച ബഹുമാന്യ പാസ്റ്റർ കുടുംബം, ആമേൻ, എല്ലാവർക്കും ഞാൻ കർത്താവിൽ നന്ദി പറയുന്നു. പ്രൈസ് ഗോഡ്. നമുക്ക് സന്തോഷത്തോടെ, വിശ്വാസത്തോടെ, ദൈവകൃപയോടെ മുന്നോട്ട് പോകാം. ഈ പ്രാർത്ഥന തുടരട്ടെ. ഈ പ്രാർത്ഥനയിൽ ദയവായി എന്നെയും എന്റെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും ശുശ്രൂഷകളെയും ഓർക്കുവാൻ ഞാൻ അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങളെ ഓർത്ത് ഞാൻ തുടർന്നും പ്രാർത്ഥിക്കും. ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹങ്ങൾ തരട്ടെ. താങ്ക് യു.